തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് തൃശൂരുകാർക്ക് പറ്റിയൊരു അബദ്ധമാണെന്നാണ് ഹിരൺദാസ് എന്ന വേടൻ പറയുന്നത്. താൻ ഇഷ്ടപ്പെടുന്ന ദൈവത്തെ സ്പർശിക്കുവാനും പ്രാർത്ഥിക്കുവാനും പൂജാരിയാകുവാനായി ബ്രാഹ്മണനായി ജനിക്കണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് എന്തോ ഒരു അപരാധമായാണ് ഇയാൾ പറയുന്നത്. ബ്രാഹ്മണനായി ജനിക്കണമെന്ന് ഒരാൾ പറയുന്നത് എങ്ങനെയാണ് കുറ്റമാകുന്നത്? താങ്കൾക്ക് ബ്രാഹ്മണരോട് ഇത്രയ്ക്കും ദേഷ്യം തോന്നാൻ ശ്രീലങ്കയിൽ നിന്നും കുടിയേറിയ താങ്കളുടെ മാതാവിനെയോ താങ്കളുടെ പിതാവിനെയോ അല്ലെങ്കിൽ കുടുംബത്തിലെ ആരെയെങ്കിലും ബ്രാഹ്മണർ ഉപദ്രവിച്ചിട്ടുണ്ടോ? അപ്പോൾ താങ്കൾക്കറിയാം കേരളത്തിൽ ഏതുതരത്തിലുള്ള വർഗീയത പറഞ്ഞാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന്. പിന്നെ തൃശൂരുകാർക്ക് ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല. അവർ നല്ലതിനെ തന്നെയാണ് തിരഞ്ഞെടുത്തത്. ഇന്നലെ തിരുവനന്തപുരത്ത് ജപ്തി കാരണം വീട്ടിൽ നിന്നും കുടിയിറക്കപ്പെട്ട 5 സ്ത്രീകളുടെ വീടിന്റെ കടം തീർത്തു കൊടുക്കാമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് താങ്കൾ അറിഞ്ഞുവോ? അദ്ദേഹം ഇതിനു മുൻപും നിരവധി ആൾക്കാർക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ എന്നതും നോക്കാതെയാണ് അദ്ദേഹം സഹായം ചെയ്തത്. ജാതി പറഞ്ഞല്ല അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചത്. മറിച്ച് സമൂഹത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് ഒരു താങ്ങായി തണലായി നിന്നാണ് അദ്ദേഹം ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ചത്. സ്കൂളിലെ പിള്ളേരിട്ട് കൊടുത്ത ഇരട്ടപ്പേരായ വേടൻ എന്നത് സമൂഹത്തിൽ എടുത്തു പറഞ്ഞ് എല്ലാവരുടെയും ദയ പിടിച്ചു പറ്റുന്ന ഇയാളോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. കഞ്ചാവ് കേസിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തിയ രാജാവിനോടുള്ള പ്രതിബദ്ധതയാകാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വിവരക്കേട് വിളിച്ചു പറയുന്നത്.